കോട്ടയം അതിരമ്പുഴ കോട്ടമുറി കാക്കനാട് കാലായിൽ ജെയിൻ മാത്യു എന്ന ജൈനമ്മ ധ്യാന കേന്ദ്രത്തിലേക്ക് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നും പുറപ്പെടുന്നു. എന്നാൽ 2024 ഡിസംബർ 23 വീട്ടിൽ നിന്നിറങ്ങിയ ജൈനമ്മയെ പിന്നീട് ആരും കണ്ടിട്ടില്ല. തുടർന്നാണ് ആലപ്പുഴ ചേന്നം പള്ളിപ്പുറം പഞ്ചായത്ത് 9-ാം വാർഡിൽ സെബാസ്റ്റ്യന്റെ ചെങ്ങത്തറ വീട് പോലീസ് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് എത്തുന്നത്. ഒരു സ്ത്രീയുടെ ശവശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ വീടിന് സമീപം കണ്ടെത്തിയത്രേ. എന്നാൽ ഇത് ആദ്യമായല്ല. സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ ചെങ്ങത്തറ വീട്ടിലേക്ക് സെബാസ്റ്റ്യനെ തിരക്കിയെത്തുന്നത്. 2 സ്ത്രീകളുടെ തിരോധാന കേസിൽ പോലീസ് തെളിവ് തേടി ഇവിടെ എത്തിയിട്ടുണ്ട് മുൻപ്. അതിദുരൂഹമാണ് സെബാസ്റ്റ്യന്റെ ജീവിതം. സെബാസ്റ്റ്യനെ നാട്ടുകാർ അമ്മാവൻ എന്നാണ് വിളിക്കുന്നത്. വിവാഹിതനെങ്കിലും ഒറ്റയാന്റെ സമാന ജീവിതമാണ് സെബാസ്റ്റ്യന്റേത്. വിവാഹിതനായ 11 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അച്ഛനുമാണ് ഈ 68 വയസ്സുകാരനായ സെബാസ്റ്റ്യൻ. ഭാര്യയും മകളെയും നാട്ടുകാർ ചേർത്തല വീട്ടിൽ അവസാനം കണ്ടത് 5 വർഷം മുൻപാണ്. നിലവിൽ ഏറ്റുമാനിലെ വീട്ടിലാണ് അവരുടെ താമസം. ലോഡ്ജ് മുറിയെടുത്ത് താമസിക്കുക ശീലമാക്കി സെബാസ്റ്റ്യൻ വീട്ടിലും ചിലപ്പോഴൊക്കെ എത്താറുണ്ടെന്നും അയൽവാസികൾ പറഞ്ഞു. ഏകദേശം 2 ഏക്കറോളം സ്ഥല പരിധിയുള്ള ആ വീട്ടിൽ പലയിടങ്ങളിൽ നിന്നും എത്തുന്നവർ ഒത്തുകൂടാറുമുണ്ടത്രേ. വീട്ടുവളപ്പിൽ നിന്നും കത്തിക്കരിഞ്ഞ ഒരു ശരീരാവശിഷ്ടം കണ്ടെത്തിയ സംഭവത്തിലാണ് സെബാസ്റ്റ്യനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. എന്നാൽ വീട്ടുവളപ്പിൽ നിന്നും ശരീരാവശിഷ്ടം കണ്ടെത്തിയിട്ടും സെബാസ്റ്റ്യന് ഇതുവരെയും ഒരു കൂസലില്ല. ഒരു സീരിയൽ കില്ലറിന്റെ ധൈര്യത്തോടെ ആ കൂസലില്ലായ്മ അദ്ദേഹത്തിന്റെ മുഖത്ത് നിഴലിക്കുന്നുണ്ട്. കോട്ടയം ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പഴുതടച്ച നീക്കത്തിലാണ് ഇയാൾ കുടുങ്ങുന്നത്. എന്നാൽ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതെ ഇയാൾ അന്വേഷണ സംഘത്തെ വട്ടം കറക്കിയെന്നാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. തനിക്ക് ഗുരുതര രോഗമാണെന്ന് ധരിപ്പിച്ച് തുടർച്ചയായി ചോദ്യം ചെയ്യലിൽ ഇയാൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. എന്നാൽ ആരെയൊക്കെയാണ് സെബാസ്റ്റ്യൻ കൊന്നത് അല്ലെങ്കിൽ അങ്ങനെ സംശയിക്കപ്പെടുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ചിന് മുന്നിലെത്തിയ ആദ്യ കേസ് ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയുടെ തിരോധനവുമായി ബന്ധപ്പെട്ട കേസായിരുന്നു. കോടികളുടെ സ്വത്തിനുടമയായിരുന്നു കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭൻ. 2006 ബിന്ദുവിനെ അവസാനമായി ആളുകൾ കാണുന്നത്. ബിന്ദുവുമായി സെബാസ്റ്റ്യൻ വളരെ അടുത്ത സൗഹൃദ ബന്ധം പുലർത്തിയിരുന്നു. സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട ജീവിതം പുലർത്തിയിരുന്ന ബിന്ദുവിന്റെ എറണാകുളത്തുള്ള വിവിധ സ്ഥലങ്ങൾ സെബാസ്റ്റ്യൻ സ്വന്തം പേരിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ബിന്ദുവിന് ഒരു സഹോദരനുണ്ട്. സ്വത്ത് ഭാഗം വയ്ക്കുന്നതിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് 2016 കുടുംബവുമായൊക്കെ അകന്നു കഴിഞ്ഞിരുന്ന ബിന്ദുവിനെ ബന്ധുക്കൾ സംസാരിക്കാനായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ ബിന്ദുവിനോട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവർ എവിടെയാണെന്ന് തിരിച്ചറിയാനോ ബന്ധുക്കൾക്ക് സാധിക്കുന്നില്ല. എന്നാൽ അന്വേഷണത്തിൽ ബിന്ദുവിന്റെ പേരിൽ ഉണ്ടായിരുന്ന സ്ഥലം സെബാസ്റ്റ്യൻ എന്നയാൾക്ക് വിറ്റതായി രേഖകളിൽ കണ്ടെത്തുകയും ചെയ്തു. ബിന്ദുവിനെ കണ്ടെത്താൻ സാധിക്കാത്തതോടുകൂടി 2017 കുടുംബം പോലീസിന് പരാതി നൽകുന്നത്. പോലീസ് അന്വേഷണത്തിൽ സെബാസ്റ്റ്യനെ 1-ാം പ്രതിയാക്കി കേസെടുത്തെങ്കിലും മതിയായ തെളിവുകൾ ലഭിക്കാത്തതിനാൽ ഇയാളെ വിട്ടയക്കുകയായിരുന്നു. തിരോധനവുമായി ബന്ധപ്പെട്ട് 2018 സെബാസ്റ്റ്യന്റെ ചേർത്തല വീട്ടിൽ പോലീസ് ആദ്യം എത്തുന്നത്. ജൈനമ്മയുടെ തിരോധാനത്തിൽ വീണ്ടും ഈ വീഡിയോ കുപ്രസിദ്ധമായി. ബിന്ദു മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതും സെബാസ്റ്റ്യൻ നുണപരിശോധനയ്ക്ക് വിസമ്മതിച്ചതും ഒക്കെ കാരണം തെളിവ് ശേഖരിക്കാനാകാതെ അന്വേഷണം പ്രതിസന്ധിയിലാവുകയായിരുന്നു എന്ന്. സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട അടുത്ത പേര് ചേർത്തല സ്വദേശിയായ ഐഷ എന്ന സ്ത്രീയെക്കുറിച്ചാണ്. 2012 മുതലാണ് ഇവരെ കാണാതെയാവുന്നത്. എങ്ങനെയാണ് ഈ സ്ത്രീയോട് സെബാസ്റ്റ്യൻ സൗഹൃദം സ്ഥാപിച്ചതെന്ന കാര്യത്തിൽ ഈ നിമിഷം വരെയും വ്യക്തതയില്ല. എന്നാൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ കണ്ടെത്തിയ ക്ലിപ്പിട്ട പല്ല് അത് ഐഷയുടേതിന് സമാനമെന്ന് സുഹൃത്ത് മൊഴി നൽകിയിട്ടുണ്ട് പോലീസിന്. സ്ഥലക്കച്ചവടവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനോട് ബന്ധം പുലർത്തിയിരുന്നു ഐഷ എന്ന പ്രാഥമിക നിഗമനമുണ്ടെങ്കിലും ഇതിലും പക്ഷേ ഇതുവരെ വ്യക്തതയില്ല. റിട്ടയേർഡ് പഞ്ചായത്ത് ജീവനക്കാരിയായിരുന്ന ഐഷ എവിടെയാണ്, എങ്ങനെയാണ് ഈ സെബാസ്റ്റ്യനുമായി ബന്ധം സ്ഥാപിച്ചതെന്ന് അന്വേഷണം നടന്നെങ്കിലും അതും എവിടെ എത്തിയില്ല. ബിന്ദു പത്മനാഭന്റെ കുടുംബ വീടിനോട് ചേർന്ന് സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതിക്കായി നീക്കിവെച്ച 30 സെന്റ് സ്ഥലം വ്യാജ പ്രമാണം ചമച്ച് കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നതായി പിന്നീട് തെളിയിക്കപ്പെടുന്നുണ്ട്. ബിന്ദുവിന്റെ പിതാവ് പത്മനാഭൻ സർക്കാരിൽ വരുത്തിയ അബ്കാരി കുടിശ്ശികയിലേക്ക് കണ്ടുകെട്ടിയ വസ്തുവാണ് വ്യാജ പ്രമാണം ചമച്ച് പോക്കുവരവ് ചെയ്ത് ബാങ്കിൽ നിന്നും വന്ന് വായ്പ തരപ്പെടുത്തിയത്. അതിന് 20 വർഷം മുൻപ് സർക്കാർ ജപ്തി ചെയ്ത വസ്തുവാണിത്. ലേലത്തിന് വശെങ്കിലും ആരും ഏറ്റെടുത്തില്ല. തുടർന്ന് സർക്കാരിലേക്ക് കണ്ടുകെട്ടി ഇതേ വസ്തുവിന്റെ അതിരുകൾ കാട്ടി ചേർത്തല സ്വദേശിയായ ആധാരം എഴുത്തുകാരൻ പ്രമാണം രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഇത് വില്ലേജ് ഓഫീസിൽ ഹാജരാക്കി പോക്കുവരവ് ചെയ്തില്ല. പിന്നീട് വസ്തു വിറ്റതായി മറ്റൊരു പ്രമാണം ചമച്ച് പോക്കുവരവ് ചെയ്യിച്ച് സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തു. വായ്പ കുടിശ്ശികയായതോടെ ബാങ്ക് ജപ്തി നടപടിക്ക് സ്ഥലത്തെത്തിയപ്പോഴാണ് സർക്കാർ ഏറ്റെടുത്ത സ്ഥലമാണെന്ന് തിരിച്ചറിയുന്നത്. അന്ന് റവന്യൂ അധികൃതർ ഇവിടെ സർക്കാർ ഭൂമിയെന്ന ബോർഡ് സ്ഥാപിക്കുകയും പോക്കുവരവ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. ഈ വസ്തു സർക്കാർ അധീനതയിൽ തന്നെയാണെന്നും പോക്കുവരവ് റദ്ദാക്കിയതായും
വ്യാജ പ്രമാണം റദ്ദാക്കാൻ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും കടകരപ്പള്ളി വില്ലേജ് ഓഫീസർ എന്ന് റിപ്പോർട്ട് പറഞ്ഞിരുന്നു. എന്നാൽ അന്വേഷണം എങ്ങും എത്തിയില്ല. ഒരുപക്ഷെ ഈ സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ സെബാസ്റ്റ്യന് മേൽ അന്വേഷണം കൃത്യമായി നടത്തിയിരുന്നെങ്കിൽ അയാൾ അന്നേ കുടുങ്ങുമായിരുന്നു. ആലപ്പുഴ ചേർത്തല പ്രദേശത്തുനിന്നും തിരോധാനം എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട മറ്റൊരു കേസായിരുന്നു സിന്ധു എന്ന വീട്ടമ്മയുടെ. 2020 ഒക്ടോബർ 19 മുതലാണ് സിന്ധുവിനെ കാണാതെയാകുന്നത്. മകളുടെ കല്യാണ നിശ്ചയത്തിന് 2 ദിവസം മുൻപ് ക്ഷേത്രത്തിൽ പോകുവാനായി വീട്ടിൽ നിന്നിറങ്ങി എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഭർത്താവുമായി അകന്നു കഴിഞ്ഞിരുന്ന സിന്ധുവിനും സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ബന്ധമുള്ളതായൊന്നും തെളിവുകളില്ല. പക്ഷേ കാണാതായ സ്ത്രീകളുടെ അതേ ജീവിത പശ്ചാത്തലമാണുള്ളത്. അതായത് കുടുംബത്തിൽ നിന്ന് മാറി ഭർത്താവിൽ നിന്ന് പിരിഞ്ഞ് സ്വന്തമായി സ്വത്തൊക്കെയുള്ള സ്ത്രീകളാണ് സെബാസ്റ്റ്യൻ തെരഞ്ഞെടുത്തിരുന്നത് എന്നാണ് പ്രാഥമിക നിഗമനത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് സിന്ധുവിന്റെ തിരോധാനവും ഈ പരിധിയിലേക്ക് എത്തുന്നത്. എന്നാൽ സിന്ധുവിനെ സെബാസ്റ്റ്യനെ ബന്ധിപ്പിക്കുന്ന ഒരു സൂചനയും അന്വേഷണ സംഘത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏറ്റവും ഒടുക്കമാണ് ഈ വിഷയത്തിൽ പേര് ഉയർന്നു കേട്ട ജൈനമ്മയുടെ തിരോധാനം. വീട്ടുവളപ്പിൽ നിന്നും കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടം കണ്ടെത്തിയ സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള ചേർത്തല പള്ളിപ്പുറം സ്വദേശിയായ സെബാസ്റ്റ്യനെതിരെ കൊലക്കുറ്റത്തിനാണ് അന്ന് കേസെടുക്കുന്നത്. കൊല്ലപ്പെട്ടത് ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ എന്ന സൂചനയിൽ ഭാരതീയ ന്യായ സംഹിത 103 വകുപ്പ് പ്രകാരം കേസുമെടുത്തു. ഇയാളെ ചൊവ്വാഴ്ച രാത്രി കോടതിയിലും ഹാജരാക്കി. ജൈനമ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നത് കാരണമാണ് സെബാസ്റ്റ്യനിലേക്ക് സംശയം നീണ്ടതും അന്വേഷണത്തിനൊടുവിൽ പോലീസ് ഈ വീട്ടിലേക്ക് എത്തുന്നതും. ഞാൻ മുൻപ് പറഞ്ഞ പോലെ ജൈനമയെ ഡിസംബർ 23, 2024 കാണാതെയാകുന്നത്. സെബാസ്റ്റ്യനുമായി ജൈനമയ്ക്ക് വർഷങ്ങളായുള്ള ബന്ധമുണ്ട്. ഈരാറ്റുപേട്ടയിലെ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെടുന്നത്. ഇവരുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനൊടുവിലാണ് 2024 ഡിസംബറിൽ ജൈനമ കൊല്ലപ്പെട്ടുവെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തുന്നത്. ഇതൊക്കെ സെബാസ്റ്റ്യനോട് ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് പോലീസ്. ജൈനമയെ കൊന്ന് സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണും സെബാസ്റ്റ്യൻ കൈക്കലാക്കിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. അത് സ്ഥിരീകരിക്കുന്ന ശാസ്ത്രീയ തെളിവുകളും ഫോറൻസിക് തെളിവുകളും മൊഴിയുമൊക്കെ ശേഖരിച്ചാണ് സെബാസ്റ്റ്യനെതിരെ കൊലക്കുറ്റം ചുമത്തിയത്. ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതിയാണ് സെബാസ്റ്റ്യൻ എന്ന് അന്ന് തന്നെ പോലീസ് തിരിച്ചറിഞ്ഞിരുന്നു. അന്ന് ഈ സെബാസ്റ്റ്യനൊപ്പം അറസ്റ്റിലാവുന്ന 2ാം പ്രതി ടി മീന എന്ന് പറഞ്ഞ ഒരാളുണ്ട്. വ്യാജ ഡ്രൈവിംഗ് ലൈസൻസ് കേസിൽ ഇവരെ മുൻപ് പിടിച്ചിട്ടുണ്ട്. ബിന്ദു എന്ന വ്യാജേന മിനിയുടെ ചിത്രം പതിച്ചു തയ്യാറാക്കിയ ലൈസൻസിലെ തമിഴ്നാട്ടിലെ വിലാസം വ്യാജമായിരുന്നുവെന്നും സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്ത ബിന്ദുവിന്റെ പേരുള്ള വ്യാജ SSLC ബുക്കിലേക്കുമൊക്കെ അന്വേഷണം പക്ഷേ അന്ന് നീണ്ടില്ല. ബിന്ദുവിന്റെ കുടുംബ പെൻഷൻ അക്കൗണ്ട് 2005 ഒക്ടോബറിൽ ആലപ്പുഴ ട്രഷറിയിലേക്ക് മാറ്റിയ ശേഷമുള്ള കൂടുതൽ വിവരങ്ങളും അന്നും ആരും പരിശോധിച്ചില്ല. മാവേലിക്കര എണ്ണക്കാട് സഹകരണ ബാങ്കിൽ ബിന്ദു പത്മനാഭന് അക്കൗണ്ട് ഉള്ളതായി വിവരം പുറത്തു വന്നിരുന്നു. ചേർത്തലയിലെ പൊതുമേഖലാ ബാങ്കിൽ സെബാസ്റ്റ്യനും അക്കൗണ്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കേന്ദ്രീകരിച്ചൊന്നും അന്ന് അന്വേഷണം നടന്നില്ല. അമ്പലപ്പുഴയിലെ ബിന്ദുവിന്റെ ഉടമസ്ഥതയിലുള്ള വസ്തു കൈമാറ്റം സംബന്ധിച്ചതിലും അന്വേഷണം എങ്ങും എത്തിയില്ല. അതും അട്ടിമറിക്കപ്പെട്ടു. ഒരുപക്ഷെ അന്നൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കുകയും കൃത്യമായ തെളിവുകളോടുകൂടി സെബാസ്റ്റ്യനെ കൊടുക്കാനും പോലീസിന് സാധിച്ചിരുന്നെങ്കിൽ തുടർന്നുണ്ടായിരുന്ന സ്ത്രീകളുടെ തിരോധാനം, ഒരുപക്ഷെ ജൈനമയുടെ കൊലപാതകം ഒന്നും നടക്കില്ലായിരുന്നു. എന്തായാലും ആലപ്പുഴയിൽ ഒരു സാധാരണക്കാരൻ, 68 വയസ്സുള്ള ഒരു സാധാരണക്കാരന്റെ മുഖഛായയോടുകൂടി നടന്ന സെബാസ്റ്റ്യൻ ഒരു സ്ത്രീയെ കൊന്നിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. മാത്രമല്ല ഇതുപോലുള്ള ധാരാളം സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട സാഹചര്യ തെളിവുകളും ഇയാൾക്കെതിരായുണ്ട്. കുടുംബത്തിൽ നിന്നും മാറി ഒറ്റപ്പെട്ട് താമസിക്കുന്ന സ്ത്രീകളെ ടാർഗറ്റാക്കി വെക്കുക, ശേഷം അവരുടെ പണവും സ്വർണവും തട്ടിയെടുക്കുക, തെളിവുകൾ നശിപ്പിക്കാൻ വ്യാജരേഖകൾ ചമയ്ക്കുക, അതിനൊപ്പം ഈ സ്ത്രീകളെ കൊലപ്പെടുത്തുക. ഇതൊക്കെയാണ് നിലവിൽ സെബാസ്റ്റ്യനെതിരായി നിലനിൽക്കുന്ന കഥകളൊക്കെ. ഇതിൽ എത്രത്തോളം സത്യമുണ്ട്, എത്രത്തോളം കള്ളമുണ്ട് എന്ന് നമുക്കറിയില്ല. എന്തായാലും ജൈനമ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റ്യനെതിരെ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. മറ്റുള്ള സ്ത്രീകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട യഥാർത്ഥ കഥകളും പുറത്തേക്ക് വരേണ്ടതുണ്ട്. എന്തായാലും ആലപ്പുഴയിലെ 68കാരൻ ഒരു നിസ്സാരക്കാരനല്ല, അയാൾ ഒരു സീരിയൽ കില്ലറാണെന്നതിൽ സംശയിക്കേണ്ടതില്ല.